എല്ലാവർക്കും നമസ്കാരം. മായ സാറിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Knight of Swords, 3 of Cups, 4 of Wands, 9 of Pentacles, Queen of Swords, Hermit Mode. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് ക്വീൻ ഓഫ് സോഡ്സ് എനർജിയാണ്. വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പല കാര്യങ്ങളും ജീവിതത്തിൽ സൂക്ഷ്മതയോടും ദീർഘവീക്ഷണത്തോടും കൂടിയിട്ടും പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു മാസമായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണ്. അതേപോലെ തന്നെ എല്ലാ ബന്ധങ്ങളിലും വികാരത്തിന് അടിമപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ, മാനിപ്പുലേഷൻ ഇതുപോലുള്ള കാര്യങ്ങളിൽ പെട്ടിട്ട് മറ്റുള്ളവർക്ക്, അതായത് മറ്റുള്ളവർ പറയുന്ന നിങ്ങൾ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചിട്ടോ ചിന്തിച്ചിട്ടോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ടോ ഒക്കെ പല കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയല്ല. നിങ്ങൾ വ്യക്തമായിട്ട്, അതായത് ബുദ്ധി ഉപയോഗിച്ചിട്ട് ആണ് നിങ്ങൾ ഹൃദയം പറയുന്നതിനെ, അതായത് വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ടല്ലാതെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ, റിയലിസ്റ്റിക് ആയിട്ടും പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരു മാസം. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു മാസം സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള നിങ്ങളെ മുതലെടുക്കുന്ന വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനി നിങ്ങളുടെ ഫാമിലിയിൽ ഉള്ള ആളുകളാണെങ്കിലും പുറത്തുള്ള ആളുകളാണെങ്കിലും ഒക്കെ നിങ്ങളെ ആവശ്യങ്ങൾക്ക് മുതലെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ് എന്നറിഞ്ഞിട്ടും നിങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മാസം ഇനി അങ്ങോട്ടേക്ക് വരുന്ന മാസങ്ങളിൽ നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടി ചേർന്നിട്ടൊന്നും മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. മറിച്ച് ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചിട്ടും പല തീരുമാനങ്ങളും ജീവിതത്തിൽ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് ഭവിക്കുന്നത്. അതായത് അവർ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവരെ സങ്കടപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പിണക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കൂടെ നിർത്തുന്നുണ്ട്. പക്ഷെ അതേസമയം അവരുടെ വാക്കുകളും പല കാര്യങ്ങളും നിങ്ങളെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ കുടുംബജീവിതത്തെയോ തകർക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതും അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ മാറ്റി നിർത്തുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫാമിലിയിൽ ചില ആളുകൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇടയിൽ മൂന്നാമതൊരാൾ, അത് പുറത്തുനിന്നുള്ളതായതും ഫാമിലിയിലായാലും അങ്ങനെ ഒരാളുടെ ആവശ്യത്തിൽ കഴിഞ്ഞുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ അവരുടെ ഇൻ്റർഫിറൻസ് നിങ്ങൾ വേണ്ടെന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുകയാണത്, അതായത് ഇന്ന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അതായത് ധൈര്യത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന സമയമാണ്. ഇത് ഫാമിലി തന്നെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ചില ആളുകൾ നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സാഹചര്യം, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ ആവശ്യത്തിൽ കവിഞ്ഞ് പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും മറ്റും ചെയ്യുന്നവരോടും അതിലേക്ക് പറയാനോ ഒന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 3 of Cups and 9 of Pentacles എനർജിയാണ്. വിവാഹം അതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹിത കാര്യങ്ങളിൽ മുന്നേറ്റം സാധ്യമാകുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ പ്രൊഫഷണൽ നിങ്ങളുടെ ഫീൽഡ്, അതായത് നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ വിവാഹ ജീവിതവും കരിയറുമായിട്ട് ഒരു കണക്ഷൻ, അതായത് ചിലപ്പോൾ ജോലി മാറ്റം കാര്യങ്ങൾ ട്രാൻസ്ഫർ വരുന്നുണ്ടോ, അപ്പോൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റാത്ത സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നു, ഫാമിലിയായിട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരേ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ കുടുംബജീവിതവും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരായിരുന്നു എങ്കിൽ ഈ ഒരു മാസം അതൊക്കെ മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ലോട്ടറി ഭാഗ്യമാവാം ചില ആളുകളിൽ. മറ്റു ചിലർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത കാര്യത്തിൽ വളരെ പെട്ടെന്ന് വലിയൊരു ഹൈപ്പ് വരുന്നുണ്ടാവാം. നിങ്ങൾ ഷെയറിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് ഈ ഒരു മാസത്തിൽ അതിൻ്റെ ലാഭം ലഭിക്കുന്ന ഒരു സാഹചര്യമാവാം. അങ്ങനെ എന്തെങ്കിലും ആവാം. അതല്ലെങ്കിൽ ലോട്ടറി ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒത്തിരി അധികം സമ്പത്ത് ഭൂസ്വത്തുക്കളുള്ളവർ, അത് വിറ്റ് കിട്ടുന്ന സ്ഥലം വിൽക്കാനായിട്ട് ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്നവർ, ഇതുവരെ ഒന്നും വിറ്റ് പോയിട്ടില്ല എങ്കിൽ സ്ഥലം വിറ്റ് പോവുകയും ധനസമ്പത്ത് അല്ലെങ്കിൽ വീട് വിൽക്കാൻ ശ്രമിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ധനവും വീടൊക്കെ വിറ്റ് പോകുന്നതിന് സ്ഥലവും വീടും ഒക്കെ വിറ്റ് പോകുന്നതിനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സൗഹൃദങ്ങൾ ഒത്തിരി ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നല്ല നല്ല സൗഹൃദങ്ങൾ, അങ്ങനെയുള്ള ആളുകളായിട്ട് ഒരുമിച്ച് ചേർന്ന് സമയം ചിലവഴിക്കാനും സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമാവാൻ ഒക്കെ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി നിങ്ങൾക്ക് സന്തോഷവും തൃപ്തിയും തരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ക്യൂൻ ഓഫ് സോർഡ്സ് ആൻഡ് 4 ഓഫ് wands എനർജിയാണ്. ചില ആളുകൾക്ക് അതേസമയം പറയുകയാണെങ്കിൽ മനസ്സിനും തൃപ്തി, മനസ്സമാധാനവും പ്രാക്ടിക്കലായിട്ട് ചിന്തയോട് കൂടിയിട്ട് ചില ബന്ധങ്ങൾ അതായത് വിവാഹബന്ധം വേർപെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അതായത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വിവാഹബന്ധമാണെങ്കിൽ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം പ്രശ്നങ്ങൾ തുടങ്ങി, കുറച്ചധികം വർഷങ്ങളായിട്ട് പ്രശ്നങ്ങളാണ്. ഒത്തുപോകില്ല എന്ന് അറിഞ്ഞിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒത്തുപോകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരേ വീട്ടിൽ അല്ലെങ്കിൽ ഒരേ കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ആ ഒരു ബന്ധം വേർപെടുത്താനുള്ള തീരുമാനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ളതാണ് എങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലിരിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു മാസം ആ ഒരു പൂർണ്ണമായിട്ടും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഈ ഒരു മാസത്തിൽ നിങ്ങൾ എടുക്കുന്നുണ്ട്. അത് വിവാഹബന്ധം വേർപെടുത്താം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നതുമാവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ 3 of cups ആൻഡ് ഹെർമിറ്റ് മോഡാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷ വാർത്ത ലഭിക്കുന്ന സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഗുരുക്കന്മാരിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ എങ്ങനെ എന്നൊക്കെയുള്ളൊരു ചില കാര്യങ്ങളിൽ നിങ്ങൾ ലൈഫിലൊരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്നവരാണെങ്കിൽ എന്താണ്, എവിടെയാണ്, എങ്ങോട്ടേക്കാണ് ഇനി പോകേണ്ടതെന്നൊക്കെ കാര്യങ്ങളിലുള്ളൊരു കുറച്ചധികം സംശയം കാര്യങ്ങളുള്ളവർ, ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിന് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റാത്തവർ, അപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടൊരു വ്യക്തിയെ കാണിക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ ഗുരുക്കന്മാരായിരിക്കാം. നല്ല ബന്ധമുള്ളവരാണ് നിങ്ങളുടെ ഗുരുക്കന്മാരുമായിട്ട് എങ്കിൽ അവരെ നിങ്ങൾക്ക് വഴികാട്ടിയാവുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെക്കാൾ പ്രായമായിട്ടുള്ളത്, നല്ല അറിവും വിവേകവും ഉള്ള വ്യക്തികൾ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരു നിയോഗം ആണ്. നിങ്ങൾ അതുവഴി എല്ലാം മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത്, അത് അവിടെ വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതം മുന്നോട്ടേക്ക് ആകാം. ചില പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചില ഏജൻസി വഴി പോകാൻ ഉദ്ദേശിക്കുമ്പോൾ വലിയ രീതിയിൽ തടസ്സങ്ങൾ, മുന്നോട്ടേക്ക് പോകാൻ ഒരു തരത്തിലും പറ്റാത്ത രീതിയിലാണെങ്കിൽ അതിൽ മുന്നോട്ടേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അത് ദൈവാധീനം ഉള്ളത് കൊണ്ട് തന്നെ പല രീതിയിൽ കട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളുടെയൊക്കെ സമയമാണ്, പല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷവും ഫെയർവെല്ല് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് സുഹൃത്തുക്കൾ മറ്റിടത്തേക്ക് മാറുന്ന, സുഹൃത്തുക്കൾ പിരിയുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ഒത്തുകൂടലിൻ്റെ ഒരു സന്തോഷം, പിരിയുന്നതിന് മുമ്പുള്ള ഒരു ഒത്തുകൂടൽ എന്നുള്ള രീതിയിൽ പറയാം. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് wands ആൻഡ് 9 of pentacles ആണ്. നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് 9 of pentacles എനർജിയാണ്. നിങ്ങളെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടമൊന്നും ഇല്ലാത്ത, നല്ലൊരു ജോലിയൊന്നും ഇല്ലാത്ത സിറ്റുവേഷനിലായിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു മാസം പൊതുവെ ഒരു നല്ല സമയമാണ്. പുതിയ ജോലി, വരുമാനം, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതും ഒക്കെ ഉള്ളൊരു സമയം ആണ്. അതല്ലാതെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു സമയത്ത് വലിയ രീതിയിലല്ല, നല്ല രീതിയിൽ മെച്ചമില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ വലിയൊരു രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം, നിങ്ങളെ താഴ്ത്തിക്കെട്ടിയ അല്ലെങ്കിൽ നിങ്ങളെ പുറകേക്ക് അല്ലെങ്കിൽ
പുറകോട്ടേക്ക് വലിച്ചിട്ടുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ വലിയൊരു നിലയിൽ എത്തി എന്നുള്ളത് കാണിക്കാൻ പറ്റുന്ന ഒരവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ശാന്തമായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഈ ഒരു മാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.